ചന്ദ്രനിൽ മനുഷ്യന്റെ സ്ഥിരം സാന്നിധ്യം ഉറപ്പാക്കാനുള്ള നീക്കങ്ങൾക്ക് ആർട്ടമിസ് 2 വിജയത്തോടെ പ്രതീക്ഷയേറുകയാണ്. 1972 അപ്പോളോ 17 ദൗത്യത്തിന് ശേഷം മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലെത്തിക്കുക എന്ന ലക്ഷ്യം പേറിക്കൊണ്ടാണ് നാസ ആർട്ടമിസ് ദൗത്യം പ്രഖ്യാപിച്ചിരുന്നത്. അതിലെ നാഴികക്കല്ലാകുന്ന ദൗത്യമായിരുന്നു ആർട്ടമിസിന്റെ മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ആദ്യ വിക്ഷേപണം. ഏപ്രിൽ 2 വിക്ഷേപിച്ച ആർട്ടമിസ് 2 ദൗത്യം ഒടുവിൽ വിജയകരമായി പൂർത്തിയായി. ടെക് ലോകത്തെ ചർച്ചയും ഇപ്പോൾ ഇതുതന്നെയാണ്. എന്നാൽ ആ യാത്രയുടെ തിരിച്ചുവരവിൽ ആശങ്കയിലാഴ്ത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചതും ചുട്ടുപഴുത്ത ചുവന്ന പ്ലാസ്മയാൽ ഓറിയോൺ പേടകം ആവരണം ചെയ്യപ്പെട്ടു. ഒരു തീഗോളം കണക്കെ അന്തരീക്ഷത്തിൽ അത് കുതിച്ച് വീണുകൊണ്ടിരുന്നു. ഈ സമയം ആശയവിനിമയം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടു. 6 മിനിറ്റുകൾ നീണ്ട ബ്ലാക്ക് ഔട്ട് ആയിരുന്നു പിന്നീട്. ഇതൊക്കെ അതിജീവിച്ച് സംഘം വിജയം കണ്ടതോടെ ഇപ്പോൾ മത്സരം മുറുകുകയാണ്. ഇനി മത്സരം ഭൂമിയിലല്ല, അങ്ങ് ചന്ദ്രനിലാണ്. ഈ ആർട്ടമിസ് 2 2 വമ്പൻ ടെക് കമ്പനികൾ തമ്മിലുള്ള മത്സരം ബഹിരാകാശത്തും എത്തിച്ചു എന്ന കാര്യമാണ് ഇപ്പോൾ ടെക് ലോകത്ത് ചർച്ചയാകുന്നത്. നോക്കാം വിശദമായി ടെക് ടോക്കിലൂടെ. അറിയാത്തതിനെ തൊടാനുള്ള അതിരില്ലാത്ത ആകാംക്ഷ നമ്മുടെ ജീനിന്റെ തന്നെ ഭാഗമാണ്. ജീവൻ പണയം വെച്ചും മനുഷ്യൻ അറിയാത്ത അജ്ഞാതമായ പുതിയ ലോകങ്ങൾ തേടിപ്പോവുകയും പുതിയ ഭൂഖണ്ഡങ്ങൾ കണ്ടെത്തുകയും സമുദ്രങ്ങൾ കടക്കുകയും ഒടുവിൽ ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുകയും ചെയ്തു. ഭൂമിക്ക് പുറത്ത് മനുഷ്യന്റെ ഭാവി സുരക്ഷിതമാക്കാനും പ്രപഞ്ച രഹസ്യങ്ങൾ ചുരുളഴിക്കാനും ഒക്കെ തുടങ്ങി വലിയ വലിയ ലക്ഷ്യങ്ങളും ഇതിന് പിന്നിലുണ്ട്. നാസയുടെ ആർട്ടമിസ് ഈ ലക്ഷ്യത്തിലേക്കുള്ള ഏറ്റവും വലിയ ചുവടുവെപ്പ് തന്നെ ആയിരുന്നു. 1969 നടന്ന അപ്പോളോ 11 മനുഷ്യരെ ആദ്യമായി ചന്ദ്രനിലെത്തിച്ചത്. അപ്പോളോ ദൗത്യത്തെ ഇന്നത്തെ ശാസ്ത്രലോകം തിരിഞ്ഞു നോക്കിയാൽ അതൊരു ആത്മഹത്യാപരമായ ദൗത്യമാണ് എന്ന് തോന്നും. അത്രമാത്രം പരിമിതമായ അറിവുകളും സാങ്കേതിക വിദ്യയും വെച്ചുകൊണ്ടാണ് മനുഷ്യൻ അന്ന് ചന്ദ്രനിലേക്ക് പോയത്. സൂര്യനിൽ നിന്നുള്ള മാരകമായ ബഹിരാകാശ റേഡിയേഷനെ കുറിച്ചോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി സംഭവിക്കാവുന്ന സോളാർ ഫ്ലെയറുകളെ കുറിച്ചോ ഒന്നും അന്ന് ശാസ്ത്രജ്ഞർക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നില്ല. ബഹിരാകാശത്തെ കാന്തിക ക്ഷേത്രത്തിന് പുറത്ത് ദീർഘകാലം മനുഷ്യ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നുവെന്നും അവർക്കറിയില്ലായിരുന്നു. ഇന്നത്തെ ഒരു സാധാരണ കമ്പ്യൂട്ടറുകളാണ് അന്നത്തെ ബഹിരാകാശ പേടകങ്ങളെ നിയന്ത്രിച്ചിരുന്നത്. സോവിയറ്റ് യൂണിയനുമായുള്ള ശീതകാല യുദ്ധത്തെ രാഷ്ട്രീയ മത്സരമായിരുന്നു അന്ന് അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രേരശക്തി. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ സുരക്ഷയേക്കാൾ എങ്ങനെയെങ്കിലും ചന്ദ്രനിൽ ആദ്യം എത്തുക എന്നതിനായിരുന്നു മുൻഗണന നൽകിയതും. സ്മാർട്ട് ഫോണിന്റെ ശേഷി പോലും ഇല്ലായിരുന്നു അന്ന്. എന്നാൽ ഇന്ന് നാസയുടെ പ്രവർത്തന രീതികൾ അടിമുടി മാറിയിട്ടുണ്ട്. ഇതിന് പ്രധാന കാരണം സ്പേസ് ഷട്ടിലുകളായ ചലഞ്ചറിന്റെയും കൊളംബിയയുടെയും തകർച്ചയും അതിലുണ്ടായ 14 ബഹിരാകാശ സഞ്ചാരികളുടെ ദാരുണാന്ത്യവുമായിരുന്നു. മനുഷ്യജീവന് ഭീഷണിയാകുന്ന ഒരു ചെറിയ പിഴവ് പോലും ഇന്ന് സമൂഹത്തിനും ഒരു സിവിലിയൻ ഭരണകൂടത്തിനും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. പഴയതുപോലെ വലിയ ജീവഹാനിക്ക് സാധ്യതയുള്ള അപകടങ്ങൾ ഏറ്റെടുക്കാനും ഇപ്പോഴുള്ളവരും തയ്യാറല്ല. ഈ സുരക്ഷാ മുൻകരുതലുകൾ തന്നെയാണ് ആർട്ടമിസ് ദൗത്യം രൂപകൽപ്പന ചെയ്യാനും ഇപ്പോൾ അത് യാഥാർത്ഥ്യമാക്കാനും ഇത്രയധികം വർഷങ്ങളെടുത്തത്. യാത്രാ പേടകമായ ഓറിയോണും SLS റോക്കറ്റും നിരന്തരം പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയതും ഈ മുൻകാല പാഠങ്ങൾ ഉൾക്കൊണ്ടു തന്നെയാണ്. കൂടാതെ അപ്പോളോ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് സോളാർ ഫ്ലെയറുകളെ കുറിച്ചുള്ള പ്രവചനങ്ങൾ കൂടുതൽ കൃത്യവും മെച്ചപ്പെട്ടതുമാണ്. ബഹിരാകാശത്തെ ഏത് തരത്തിലുള്ള റേഡിയേഷനെയും ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ മികച്ച സാങ്കേതിക വിദ്യകൾ തന്നെയാണ് പുതിയ പേടകങ്ങൾക്കും സ്പേസ് സ്യൂട്ടുകൾക്കും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യനിൽ നിന്നുള്ള അപ്രതീക്ഷിത റേഡിയേഷനുകളെ മുൻകൂട്ടി കാണാനും അതിനെ അതിജീവിക്കാനും ആർട്ടമിസ് ദൗത്യത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോളോ ദൗത്യം ചന്ദ്രനിൽ പോയി പെട്ടെന്ന് തിരിച്ചു വരിക എന്ന ലക്ഷ്യത്തിൽ ഒതുങ്ങിയതായിരുന്നു. എന്നാൽ ആർട്ടമിസ് ലക്ഷ്യമിടുന്നത് ചന്ദ്രനിൽ ഒരു സ്ഥിരമായ മനുഷ്യ സാന്നിധ്യം ഉറപ്പാക്കാനാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ക്യാമ്പ് നിർമ്മിക്കാനും ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ ലൂണാർ ഗേറ്റ്വേ എന്ന സ്പേസ് സ്റ്റേഷൻ സ്ഥാപിക്കാനും നാസ ലക്ഷ്യമിടുന്നുണ്ട്. കൂടാതെ ഭാവിയിൽ ചൊവ്വാഗ്രഹത്തിലേക്ക് യാത്രക്കാർക്ക് ഒരു ഇടത്താവളമായി ചന്ദ്രനെ മാറ്റാനും ഇവർ ഉദ്ദേശിക്കുന്നുണ്ട്. തുടർച്ചയായി വർഷങ്ങൾ ഇടവിട്ടുള്ള ഒട്ടേറെ ദൗത്യങ്ങളുടെ ഒരു പരമ്പര തന്നെയായിരുന്നു ഈ ആർട്ടമിസ് പ്രോഗ്രാം. ഇതുവരെയായി 5 മിഷനുകളാണ് പരമ്പരയുടെ ഭാഗമായി നാസ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എങ്കിലും കൂടുതൽ ദൗത്യങ്ങൾ ഇനിയും ഉണ്ടാകാൻ തന്നെയാണ് സാധ്യതയും.
അരനൂറ്റാണ്ടിന് ശേഷമായിരുന്നു മനുഷ്യരാശി വീണ്ടും ചന്ദ്രനെ ലക്ഷ്യമിട്ട് പുറപ്പെട്ടത്. ഉപഗ്രഹം എന്ന നിലയിലും ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ള ബഹിരാകാശ വസ്തു എന്ന നിലയിലും അപ്പോളോ ദൗത്യകാലം മുതൽ പിന്നീട് വന്ന റോബോട്ടിക് ദൗത്യങ്ങളിലൂടെയെല്ലാം മനുഷ്യൻ ചന്ദ്രനെക്കുറിച്ച് ഏറെ മനസ്സിലാക്കിയിട്ടുണ്ട്. നാസ മാത്രമല്ല, റഷ്യയും ചൈനയും ഇന്ത്യയും എല്ലാം ചന്ദ്രനിൽ പേടകം ഇറക്കുകയും ഒട്ടേറെ പഠനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ആർടെമിസ് ദൗത്യത്തിൽ മനുഷ്യർ ലക്ഷ്യമിടുന്നത് കേവലം ഒരു സന്ദർശനം മാത്രമല്ല, അവിടെ മനുഷ്യരുടെ സ്ഥിര സാന്നിധ്യം ഉറപ്പാക്കുക കൂടിയാണ്. ആർടെമിസ് 2 ദൗത്യത്തിലൂടെ ചന്ദ്രനിലേക്കുള്ള മനുഷ്യരുടെ തിരിച്ചുപോക്ക് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ആദ്യ പടി കയറിയിരിക്കുന്നു. ആർടെമിസ് 2 ദൗത്യത്തിന്റെ ലക്ഷ്യം ചന്ദ്രനെ വലം വെക്കലും സാങ്കേതിക വിദ്യകളുടെ പരീക്ഷണവും വിവരശേഖരണവുമായിരുന്നു. ഇനിയാണ് ചരിത്ര പ്രധാനമായ മൂൺ ലാൻഡിംഗ്. അരനൂറ്റാണ്ടിന് ശേഷം മനുഷ്യരാശി വീണ്ടും ചന്ദ്രനെ ലക്ഷ്യമിട്ട് കുതിച്ചു. ഉപഗ്രഹം എന്ന നിലയിലും ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ള ബഹിരാകാശ വസ്തു എന്ന നിലയിലും അപ്പോളോ ദൗത്യകാലം മുതൽ തന്നെ പിന്നീട് വന്ന റോബോട്ടിക് ദൗത്യങ്ങളിലൂടെയെല്ലാം മനുഷ്യർ ചന്ദ്രനെക്കുറിച്ച് ഏറെ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നാസ മാത്രമല്ല, റഷ്യയും ചൈനയും ഇന്ത്യയും എല്ലാം ചന്ദ്രനിൽ പേടകം ഇറക്കുകയും ഒട്ടേറെ പഠനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ആർടെമിസ് ദൗത്യത്തിൽ മനുഷ്യർ ലക്ഷ്യമിടുന്നത് കേവലം സന്ദർശനം മാത്രമല്ല, അവിടെ മനുഷ്യരുടെ സ്ഥിര സാന്നിധ്യം അത് ഉറപ്പാക്കുക എന്ന് തന്നെയാണ്. ഈ ആർടെമിസ് 2 ദൗത്യത്തിലൂടെ ചന്ദ്രനിലേക്കുള്ള മനുഷ്യരുടെ തിരിച്ചുപോക്ക് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ആദ്യപടി കയറിക്കഴിഞ്ഞു. ആർടെമിസ് 2 ദൗത്യത്തിന്റെ ലക്ഷ്യം ചന്ദ്രനെ വലം വെച്ച് സാങ്കേതിക വിദ്യകളുടെ പരീക്ഷണവും വിവരശേഖരണവും ഒക്കെ ആയിരുന്നു. ഇനിയാണ് ചരിത്ര പ്രധാനമായ മൂൺ ലാൻഡിംഗ്. മനുഷ്യരെ വഹിച്ചുള്ള വിക്ഷേപണ ദൗത്യം തന്നെ ആയിരിക്കും അത്. 2027 വിക്ഷേപണം നടത്താനാണ് നാസ ലക്ഷ്യം വെക്കുന്നത്. ഓറിയോൺ പേടകത്തിന്റെയും ലാൻഡിംഗ് പേടകത്തിന്റെയും ഡോക്കിംഗ് സാങ്കേതിക വിദ്യയുടെ പരീക്ഷണമായിരിക്കും ഇനി ഈ ദൗത്യത്തിൽ നടക്കാൻ പോകുന്നത്. നിശ്ചയിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ആർടെമിസ് ദൗത്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം തന്നെ ആയിരിക്കും ആർടെമിസ് 4. 1972 അപ്പോളോ 17 ശേഷം മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ ഇറക്കുക എന്നത് തന്നെയാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യവും. ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ, അതായത് സൗത്ത് പോളിൽ ഇറങ്ങുന്നത് ഈ ദൗത്യത്തിലൂടെ ആയിരിക്കും. ഇതിനു മുമ്പുള്ള അപ്പോളോ ദൗത്യങ്ങളെല്ലാം തന്നെ ചന്ദ്രന്റെ മധ്യഭാഗത്തുള്ള സമതലങ്ങളിലാണ് ഇറങ്ങിയത്. ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തുന്ന ആദ്യത്തെ വനിതയെയും ആദ്യത്തെ വെള്ളക്കാരനല്ലാത്ത വ്യക്തിയെയും ഈ ദൗത്യം ചന്ദ്രനിലെത്തിക്കും. 2028 ഈ വിക്ഷേപണം നടത്താനാണ് ലക്ഷ്യമിടുന്നത്. മുൻകാല അപ്പോളോ ദൗത്യങ്ങളെല്ലാം തന്നെ ചന്ദ്രന്റെ മധ്യരേഖ പ്രദേശങ്ങളിൽ തന്നെയാണ് ഇറങ്ങിയത്. എന്നാൽ മനുഷ്യർ ഇതുവരെ കാലുകുത്താത്ത ഭൂപ്രകൃതിയിലും താപനിലയിലും തികച്ചും വ്യത്യസ്തമായ ഒരു ചുറ്റുപാടായിരിക്കും ദക്ഷിണ ധ്രുവത്തിലുള്ളത്. സൗരയൂഥത്തിലെ താപനിലയിലും തികച്ചും വ്യത്യസ്തമായ ഒരു ചുറ്റുപാടാണ് ദക്ഷിണ ധ്രുവത്തിലുള്ളത്. സൗരയൂഥത്തിൽ ഏറ്റവും വലുതും പഴക്കമേറിയതുമായ സൗത്ത് പോൾ ഐക്യൻ ബേസിൻ ദക്ഷിണ ധ്രുവത്തിനടുത്താണ്. നിരന്തരം ഉൽക്കാവർഷം നടക്കുന്ന ഈ പ്രദേശത്തെ സാമ്പിളുകൾ പഠിക്കുന്നതിലൂടെ ഭൂമിയുടെയും ചന്ദ്രന്റെയും ഉത്ഭവത്തെയും പരിണാമത്തെയും കുറിച്ച് മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞർക്ക് സാധിക്കും. ഇതിനെല്ലാം പുറമെ ഇവിടുത്തെ ഐസ് രൂപത്തിലുള്ള ജലസാന്നിധ്യമാണ് ദക്ഷിണ ധ്രുവം തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം. മനുഷ്യന്റെ അതിജീവനത്തിന് എവിടെയെങ്കിലും വായുവും വെള്ളവും വേണം. ചന്ദ്രനിൽ സ്ഥിരവാസം ഉറപ്പിക്കാനുള്ള മനുഷ്യന്റെ സ്വപ്നങ്ങളിൽ ഏറ്റവും വലിയൊരു വെല്ലുവിളിയും അതുതന്നെയാണ്. 2008 ഇന്ത്യയുടെ ആദ്യ ചന്ദ്രയാൻ ദൗത്യമാണ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ജലതന്മാത്രകളുടെ ആദ്യത്തെ സാന്നിധ്യം കണ്ടെത്തിയത്. പിന്നീട് പ്രത്യേകം തയ്യാറാക്കിയ ഒരു ബോയിങ് 747 SP വിമാനത്തിൽ ഘടിപ്പിച്ച നാസയുടെ ജർമ്മൻ സ്പേസ് ഏജൻസിയുടെയും സംയുക്തമായ ഒരു ദൗത്യമായ സോഫിയ ദൂരദർശിനിയും ചന്ദ്രന് സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗങ്ങളിലും ജലതന്മാത്രകൾ ഉണ്ടെന്ന് പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഈ കണ്ടെത്തലുകൾ നേരിട്ട് സ്ഥിരീകരിക്കാൻ ആർടെമിസ് 3 സഞ്ചാരികൾക്ക് സാധിച്ചു. അത് ഒരു സുപ്രധാന നാഴികക്കല്ലായിരിക്കും. ചന്ദ്രനിൽ ഒരു താവളം നിർമ്മിക്കാനുള്ള മനുഷ്യരുടെ സ്വപ്നങ്ങൾക്ക് അത് ശക്തി പകരും എന്ന വിശ്വാസം തന്നെയാണ്. ജലസാന്നിധ്യം കണ്ടെത്തിയാൽ അത് ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കുക മാത്രമല്ല, അതിൽ നിന്ന് ഓക്സിജനും ഹൈഡ്രജനും വേർതിരിച്ച് റോക്കറ്റ് ഇന്ധനമായും ശ്വാസവായുവായും ഉപയോഗിക്കാനും സാധിക്കും. ഇത് ദീർഘകാല വാസത്തിന് മനുഷ്യർക്ക് ശക്തി പകരും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് സമാനമായി ചന്ദ്രനെ വലം വയ്ക്കുന്ന ബഹിരാകാശ കേന്ദ്രമായിരിക്കും ലൂണാർ ഗേറ്റ്വേ. ചന്ദ്രനിലേക്കുള്ള യാത്രയിൽ ഒരു ഇടത്താവളമായിട്ടാണ് ഇത് ഉപയോഗിക്കപ്പെടുക. ഒപ്പം ചന്ദ്രന് ചുറ്റും സ്ഥിരമായി മനുഷ്യ സാന്നിധ്യം ഉറപ്പാക്കാനും ഇത് സഹായമാകും. എന്നാൽ ആർടെമിസ് 4 ദൗത്യത്തിൽ ഈ ഗേറ്റ്വേ ഉണ്ടാവാനിടയില്ല. അപ്പോളോ ദൗത്യങ്ങൾ പോയതുപോലെ ഭൂമിയിൽ നിന്ന് നേരിട്ട് ചന്ദ്രനിൽ ഇറങ്ങാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിനായി ഓറിയോൺ പേടകത്തിൽ നിന്ന് സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് ലാൻഡറിലേക്ക് യാത്രികർ
മാറിക്കയറും. അതിനുശേഷം ലാൻഡറിന്റെ സഹായത്തോടെ ചന്ദ്രനിൽ ചെന്നിറങ്ങും. ഈ ഘട്ടത്തിൽ ഗേറ്റ്വേ ഉപയോഗിക്കില്ല. സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പോ ബ്ലൂ ഒറിജിന്റെ ബ്ലൂ മൂൺ ലാൻഡറോ ആയിരിക്കും ലാൻഡിങ്ങിനായി ഉപയോഗിക്കപ്പെടുക. ആർട്ടമിസ് 4 ദൗത്യത്തിന് ശേഷമായിരിക്കും ഗേറ്റ്വേയുടെ വിക്ഷേപണം. നാസയുടെ ആർട്ടമിസ് ദൗത്യത്തിന്റെ ഭാഗമായി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്ന ആദ്യത്തെ സ്ഥിരമായ മനുഷ്യ താവളമാണ് ആർട്ടമിസ് ബേസ് ക്യാമ്പ്. ബഹിരാകാശ യാത്രികർക്ക് 1-2 മാസത്തോളം ചന്ദ്രനിൽ തങ്ങി ഗവേഷണങ്ങൾ നടത്താൻ ഇതിലൂടെ സാധിക്കും. 3 ഘടകങ്ങളാണ് ഈ ഒരു ബേസ് ക്യാമ്പിന് ഉണ്ടാവുക. ബഹിരാകാശ യാത്രികർക്ക് താമസിക്കാനും ജോലി ചെയ്യാനുമുള്ള ഫൗണ്ടേഷൻ സർഫേസ് ഹാബിറ്റൈറ്റ് ആണ് അതിലാദ്യത്തേത്. ചന്ദ്രോപരിതലത്തിലൂടെ യാത്രക്കാർക്ക് സഞ്ചരിക്കാനുള്ള ലൂണാർ ടെറൈൻ വെഹിക്കിളും കൂടുതൽ ദൂരത്തേക്ക് സഞ്ചരിക്കാനും അതിനുള്ളിൽ തന്നെ താമസിക്കാനും കഴിയുന്ന ഒരു മൊബൈൽ ഹോം അഥവാ ഹാബിറ്റബിൾ മൊബൈലിറ്റി പ്ലാറ്റ്ഫോം എന്നിവയാണ് മറ്റുള്ളവ. മനുഷ്യൻ ആദ്യമായി ചൊവ്വയിൽ എത്തിക്കാനുള്ള ഭാവി ദൗത്യങ്ങൾക്ക് ഒരു ചവിട്ടുപടിയായി വർത്തിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ദീർഘകാല ബഹിരാകാശ യാത്രികർക്ക് ആവശ്യമായ പുതിയ സാങ്കേതിക വിദ്യകളും ഉപകരണങ്ങളും ചന്ദ്രനിൽ തന്നെ പരീക്ഷിച്ച അവയുടെ സുരക്ഷയും കാര്യക്ഷമതയും ഉറപ്പുവരുത്താൻ ഈ ബേസ് ക്യാമ്പ് സഹായിക്കും. ശീതയുദ്ധകാലത്തെ സോവിയറ്റ് ബഹിരാകാശ മത്സരത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. മനുഷ്യന്റെ ആദ്യ ബഹിരാകാശ യാത്രയും ചാന്ദ്രയാത്രയുമെല്ലാം സംഭവിച്ചതും ആ കാലത്ത് തന്നെയാണ്. എന്നാൽ ഇപ്പോഴും അത്തരമൊരു മത്സരം നടക്കുന്നുണ്ട്. അതിൽ ന്റെ എതിർപക്ഷത്തുള്ള പ്രധാനി ചൈനയാണ്. ഈ മത്സരം കേവലം ചന്ദ്രനിൽ പോയി മടങ്ങി വരുന്നതിന് മാത്രമല്ല, മറിച്ച് ചന്ദ്രനിൽ മനുഷ്യരെ ഉൾപ്പെടുത്തിയുള്ള ശാസ്ത്ര കേന്ദ്രങ്ങൾ നിർമ്മിക്കാനും അവിടെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനും കൂടി ലക്ഷ്യം വെച്ചുള്ളതാണ്. ഇതിനകം നിരവധി ലൂണാർ ലാൻഡർ ദൗത്യങ്ങൾ നടത്തിയിട്ടുള്ള സ്വന്തമായി ബഹിരാകാശ നിലയം പ്രവർത്തിക്കുന്ന ചൈന ആദ്യമായി മനുഷ്യരെ ചന്ദ്രനിൽ ഇറക്കാനുള്ള ശ്രമങ്ങളും നടത്തി വരുന്നുണ്ട്. 2004 ആരംഭിച്ച ചൈനീസ് ലൂണാർ എക്സ്പ്ലോറേഷൻ പ്രോഗ്രാം അഥവാ CLEP ഇതിനകം തന്നെ ചാങ്ങി ദൗത്യത്തിലൂടെ വലിയ വിജയങ്ങൾ തന്നെ നേടിയിട്ടുമുണ്ട്. 2030 മുമ്പ് മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുക എന്നത് തന്നെയാണ് അവരുടെ പ്രധാന ലക്ഷ്യം. ആർട്ടമിസ് ബേസ് ക്യാമ്പിന് സമാനമായി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇന്റർനാഷണൽ ലൂണാർ റിസർച്ച് സ്റ്റേഷൻ അഥവാ ILRS എന്ന പേരിൽ ഒരു ശാസ്ത്ര ഗവേഷണ കേന്ദ്രം നിർമ്മിക്കാൻ ചൈന ലക്ഷ്യമിടുന്നുമുണ്ട്. ആദ്യം റഷ്യയുമായി ചേർന്നായിരുന്നു ഈ പദ്ധതി തുടങ്ങിയത്. എന്നാൽ യുക്രൈൻ യുദ്ധവും റഷ്യയുടെ ബഹിരാകാശ മേഖലയിലെ തകർച്ചയുമൊക്കെ കാരണം ചൈന ഇപ്പോൾ ഒറ്റയ്ക്കാണ് ഇതിന് പ്രാധാന്യമായും നേതൃത്വം നൽകുന്നത്. മനുഷ്യരെ ചന്ദ്രനിൽ എത്തിക്കുന്നതിനായി ലോങ് മാർച്ച് 10 പുനരുപയോഗിക്കാൻ സാധിക്കുന്ന ലോങ് മാർച്ച് 9 എന്നീ കൂറ്റൻ റോക്കറ്റുകളും ചൈന വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. സഞ്ചാരികളെ വഹിക്കാനുള്ള പേടകവും തയ്യാറാക്കി വരികയാണ്. ചൈനയ്ക്ക് മുമ്പ് വീണ്ടും ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കാനും ജല ഐസിന്റെയും മറ്റ് ധാതുക്കളുടെയും സാന്നിധ്യമുള്ള ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആധിപത്യം സ്ഥാപിക്കാനുമാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കാനുള്ള ആർട്ടമിസ് 3 ദൗത്യം അധികം വൈകാതെ തന്നെ നാസ നടപ്പാക്കിയേക്കും. തങ്ങളുടെ മേഖലയുടെ ആധിപത്യം കൈയടക്കാനും മറ്റു രാജ്യങ്ങളെ മാറ്റി നിർത്താനുമായി 67 ഔട്ടർ സ്പേസ് ട്രീറ്റി വ്യവസ്ഥകൾ മറികടക്കുന്ന ആർട്ടമിസ് അക്കോർഡ്സ് നാസ തയ്യാറാക്കുന്നുമുണ്ട്. ഇതനുസരിച്ച് ഒരു രാജ്യം ചന്ദ്രനിൽ പ്രവർത്തനം നടത്തുമ്പോൾ മറ്റുള്ളവർ ഇടപെടാതിരിക്കാനുള്ള സേഫ്റ്റി സോണും ഉണ്ടാക്കും. ചൈനയ്ക്ക് പുറമെ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളും മനുഷ്യരെ ചന്ദ്രനിൽ ഇറക്കാനും അവിടെ കോളനി സ്ഥാപിക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. അതിനു മുന്നോടിയായാണ് ഇന്ത്യ ഗഗൻയാൻ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ശേഷം ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ സ്ഥാപിക്കാനും 2040 സ്വന്തം സഞ്ചാരികളെ ചന്ദ്രനിൽ എത്തിക്കാനും ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട്.
പേടകവുമായി ആശയവിനിമയ ബന്ധം നഷ്ടപ്പെട്ട നിമിഷങ്ങൾ ഉണ്ടായിരുന്നു ഈ ദൗത്യത്തിൽ. ഓറിയോൺ പേടകം ചന്ദ്രനു പിന്നിലേക്ക് നീങ്ങിയപ്പോൾ ഭൂമിയുമായുള്ള ആശയവിനിമയം താൽക്കാലികമായി വിച്ഛേദിക്കപ്പെട്ടു. ഭൂമിക്കും പേടകത്തിനുമിടയിൽ ചന്ദ്രൻ എത്തിയതോടെ ആശയവിനിമയ സിഗ്നലുകളുടെ സഞ്ചാരം 40 മിനിറ്റോളമാണ് തടസ്സപ്പെട്ടത്. ഇങ്ങനെയൊരു സാഹചര്യം നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ്. മറുഭാഗത്ത് വെച്ച് കാണാമെന്ന മിഷൻ കൺട്രോളിനെ അറിയിച്ചുകൊണ്ടാണ് ദൗത്യസംഘം മിനിറ്റുകൾ നീണ്ട നിശബ്ദതയിലേക്ക് പോയത്. സമയം താൽക്കാലികമായി വിച്ഛേദിക്കപ്പെട്ടു. ഭൂമിക്കും പേടകത്തിനുമിടയിൽ ചന്ദ്രൻ എത്തിയതോടെ ആശയവിനിമയ സിഗ്നലുകളുടെ സഞ്ചാരം 40 മിനിറ്റാണ് തടസ്സപ്പെട്ടത്. ഇങ്ങനെയൊരു സാഹചര്യം നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ്. മറുഭാഗത്ത് വെച്ച് കാണാം എന്ന മിഷൻ കൺട്രോളിനെ അറിയിച്ചുകൊണ്ടാണ് ദൗത്യസംഘം മിനിറ്റുകൾ നീണ്ട നിശബ്ദതയിലേക്ക് പോയത്. ഈ സമയത്ത് സഞ്ചാരികൾ സ്വതന്ത്രമായ നിരീക്ഷണങ്ങൾ തുടർന്നിരുന്നു. പേടകം ചന്ദ്രോപരിതലത്തോട് ഏകദേശം 4070 മൈൽ, അതായത് 6550 കിലോമീറ്റർ വരെ അടുത്തെത്തിയിരുന്നു. മികവുറ്റ രീതിയിൽ വിവരങ്ങൾ ശേഖരിക്കാനും നിരീക്ഷണം നടത്താനും ദൃശ്യങ്ങൾ പകർത്താനും ഇത് അവസരവും നൽകിയിട്ടുണ്ട്. പിന്നീട് ആശയവിനിമയ ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടതോടെ സഞ്ചാരികൾ തങ്ങളുടെ അനുഭവങ്ങൾ മിഷൻ കൺട്രോളുമായി പങ്കുവെച്ച് തുടങ്ങുകയും ചെയ്തു. ആ നിമിഷങ്ങളിൽ ഹൂസ്റ്റണിലെ ഗ്രൗണ്ട് കൺട്രോൾ റൂമിൽ നിശബ്ദത തളം കെട്ടി നിൽക്കുകയായിരുന്നു. ചന്ദ്രനെ വലം വെച്ചുകൊണ്ടുള്ള 10 ദിവസത്തെ ചരിത്ര യാത്രയ്ക്ക് ശേഷം ഓറിയോൺ പേടകം ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങുന്ന ദിവസം, 9 ദിവസത്തെ സുഗമമായ യാത്രയ്ക്ക് ശേഷം ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ 10ാം ദിവസം, ഭൗമാന്തരീക്ഷത്തിലേക്ക് അതിവേഗം പ്രവേശിച്ച പേടകത്തിനുള്ളത് 4 ജീവനുകൾ. മണിക്കൂറുകളിൽ 40,000 കിലോമീറ്റർ വേഗത്തിലാണ് പേടകം അന്തരീക്ഷത്തിലൂടെ കടന്നു വന്നത്, അതായത് ശബ്ദത്തേക്കാൾ 30 മടങ്ങ് വേഗത്തിൽ. ഈ സമയത്ത് പേടകത്തിന് പുറത്ത് താപനില 2760 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അതായത് സൂര്യന്റെ ഉപരിതലത്തിലെ ചൂടിന്റെ പകുതിയോളം വരും ഈ താപനില. അന്തരീക്ഷത്തിൽ പ്രവേശിച്ചതും ചുട്ടുപഴുത്ത ചുവന്ന പ്ലാസ്മയാൽ ഓറിയോൺ പേടകം ആവരണം ചെയ്യപ്പെടുകയായിരുന്നു. ഒരു തീഗോളം കണക്കെ അന്തരീക്ഷത്തിൽ അത് കുതിച്ചു വീണുകൊണ്ടിരുന്നു. ഈ സമയം ആശയവിനിമയം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടു. 6 മിനിറ്റുകൾ നീണ്ട ബ്ലാക്ക് ഔട്ട് ആരംഭിച്ചു. 2022 ആളില്ലാതെ നടത്തിയ ആർട്ടമിസ് 1 മിഷനിൽ പേടകത്തിന്റെ ഹീറ്റ് ഫീൽഡിന് അപ്രതീക്ഷിതമായി സംഭവിച്ച കേടുപാടുകൾ നാസയുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുന്നതിന് കാരണമായിരുന്നു. ഈ അപകട സാധ്യത കുറയ്ക്കുന്നതിനായി ഇത്തവണ കൂടുതൽ കുത്തനെയുള്ളതും ചെറിയതുമായ പാതയിലൂടെയാണ് പേടകം തിരിച്ചിറക്കിയത്. യാത്രികരുടെ ജീവൻ രക്ഷിക്കുന്ന ഹീറ്റ് ഫീൽഡ് ഈ കൊടും ചൂടിൽ എത്രത്തോളം കാര്യക്ഷമമായി പ്രവർത്തിക്കും എന്നതിലായിരുന്നു ഏവരുടെയും പ്രതീക്ഷയുള്ളത്. 6 മിനിറ്റുകൾക്ക് ശേഷം പേടകത്തിന്റെ പാരച്യൂട്ടുകൾ സുരക്ഷിതമായി തുറന്നു. കൺട്രോൾ റൂമിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് മിഷൻ കമാൻഡർ റീഡ് വൈസ്മാന്റെ ശബ്ദം മുഴങ്ങി. ഹൂസ്റ്റൺ ഇന്റഗ്രിറ്റി, നിങ്ങളെ ഞങ്ങൾ വ്യക്തമായി കേൾക്കുന്നുണ്ട്. ചരിത്രം കുറിച്ച് യാത്രക്കാർ റീഡ് വൈസ്മാൻ, ക്രിസ്റ്റീന കോച്ച്, അതായത് ചന്ദ്രനിലേക്ക് പോകുന്ന ആദ്യ വനിത, വിക്ടർ ഗ്ലോവൽ, ചന്ദ്രനിലേക്ക് പോകുന്ന ആദ്യ വെള്ളക്കാരനല്ലാത്ത വ്യക്തി, ജെറമി ഹാൻസൺ, അതായത് ആദ്യ അമേരിക്കക്കാരനല്ലാത്ത കാനഡക്കാരനായ യാത്രികൻ എന്നിവരായിരുന്നു ഈ ചരിത്ര യാത്രയിലെ അംഗങ്ങൾ. ഭൂമിയിൽ നിന്നും 4,06,771 കിലോമീറ്റർ അകലെ വരെ ഇവർ യാത്ര ചെയ്തു വന്നു. 1970 അപ്പോളോ 13 മിഷനേക്കാൾ 6,400 കിലോമീറ്റർ കൂടുതൽ ദൂരം സഞ്ചരിച്ചു. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലേക്ക് മനുഷ്യൻ നടത്തിയ യാത്ര എന്ന പുതിയ റെക്കോർഡും ഇത് കുറിച്ചു. നാസയുടെ ആർട്ടമിസ് 2 ദൗത്യ സംഘങ്ങളുമായി ഓറിയോൺ ബഹിരാകാശ പേടകം ചന്ദ്രന് സമീപത്തു കൂടി കടന്നു പോകുന്നതിന്റെ വിസ്മയിപ്പിക്കുന്ന വീഡിയോ പങ്കുവച്ചിരുന്നു ടെക് ശതകോടീശ്വരൻ ഇലോൺ മസ്ക്. ബഹിരാകാശത്ത് നിന്നുള്ള ചന്ദ്രോപരിതലത്തിന്റെ അത്യപൂർവ കാഴ്ച സമ്മാനിക്കുന്നതാണ് വീഡിയോ. ഓറിയോ ക്യാപ്സ്യൂൾ ചന്ദ്രന് സമീപത്തു കൂടി കടന്നു പോകുന്നത് അസാധാരണമായ വ്യക്തതയോടെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി തന്നെ പ്രചരിച്ച ഈ ദൃശ്യങ്ങളിൽ കാണാനാകും. ചന്ദ്രോപരിതലത്തിലെ ഗർത്തങ്ങളും മലകളും വ്യക്തമായി തന്നെ ചിത്രീകരിച്ചിട്ടുമുണ്ട്. ഓറിയോൺ ക്യാപ്സ്യൂൾ ചന്ദ്രന് സമീപത്ത് കൂടി പറന്നു പോകുന്നത് അസാധാരണമായ വ്യക്തതയോടെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി തന്നെ പ്രചരിച്ചിരുന്ന ദൃശ്യങ്ങളിൽ കാണാനാകും. ചന്ദ്രോപരിതലത്തിലെ ഗർത്തങ്ങളും മലകളും വ്യക്തമായി തന്നെ അതിൽ ചിത്രീകരിച്ചിട്ടുമുണ്ട്. സംരംഭകനായ മരിയോ നവാഫൽ പങ്കുവച്ച മറ്റൊരു ക്ലിപ്പും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. ചന്ദ്രന്റെ ദൃശ്യങ്ങൾ ആർട്ടമിസ് 2 അയച്ചിരുന്നു. അത്രയധികം അടുത്തും വ്യക്തതയോടെയും ചന്ദ്രനെ കാണാം. ഓരോ ഗർത്തവും മലയും പറന്നു പോകുന്നത് പോലെ കാണാം. 50 വർഷത്തിനു ശേഷം ആദ്യമായി മനുഷ്യർ ചന്ദ്രനെ ഭ്രമണം ചെയ്യുന്നു. കാഴ്ച തീർത്തും അവിശ്വസനീയമാണ് എന്നാണ് നവാഫൽ എഴുതിയത്.
ചന്ദ്രനിലെ മറുവശത്തുകൂടി സഞ്ചരിക്കുമ്പോൾ 40 മിനിറ്റ് നീണ്ട ആശയവിനിമയ സംവിധാനങ്ങളിലെ തടസ്സത്തിനു ശേഷം പേടകം വീണ്ടും പ്രവർത്തനക്ഷമമാകുന്ന നിർണായക നിമിഷങ്ങളും വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. നാസയുടെ ഡീപ് സ്പേസ് ഇന്റർനെറ്റ് ചന്ദ്രൻ താൽക്കാലികമായി തടസ്സപ്പെടുത്തിയപ്പോഴായിരുന്നു ആശയവിനിമയ സംവിധാനങ്ങൾ തടസ്സപ്പെട്ടിരുന്നത്. ഇത് ദൗത്യത്തിൽ ഒരു സാധാരണവും എന്നാൽ നിർണായകവുമായ ഒരു ഘട്ടം തന്നെയായിരുന്നു. 1972 അപ്പോളോ ദൗത്യങ്ങൾ അവസാനിച്ചതിന് ശേഷം ആദ്യമായാണ് മനുഷ്യർ ചന്ദ്രനിലരികിലേക്ക് യാത്ര ചെയ്തത്. 1969 മുതൽ 72 വരെ നടന്ന വിവിധ അപ്പോളോ ദൗത്യങ്ങളിലായി 12 മനുഷ്യർ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഭാവിയിൽ ചന്ദ്രനിൽ മനുഷ്യരെ ഇറക്കാനുള്ള ആർട്ടമിസ് ദൗത്യങ്ങൾക്ക് മുന്നോടിയായുള്ള പരീക്ഷണ ദൗത്യം മാത്രമായാണ് ഈ ആർട്ടമിസ് 2 ദൗത്യം ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ നാസയുടെ SLS റോക്കറ്റിൽ ഘടിപ്പിച്ച ഓറിയോൺ പേടകത്തിൽ റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവൽ, ക്രിസ്റ്റീന കോച്ച്, ജെറമി ഹാൻസൺ എന്നീ 4 സഞ്ചാരികളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു SUVയുടെ വലിപ്പമുള്ള പേടകമാണിത്. അപ്പോളോ 13 ദൗത്യം കുറിച്ച റെക്കോർഡ് ദൂരം ഭേദിച്ചുകൊണ്ടാണ് ഇത്തവണ ആർട്ടമിസ് 2 യാത്ര ചെയ്തത്. 1970 ഏപ്രിൽ 11 വിക്ഷേപിച്ച അപ്പോളോ 13 ദൗത്യ സംഘത്തിന് യാത്രക്കിടെയുണ്ടായ അടിയന്തര സാഹചര്യത്തെ തുടർന്ന് യാത്ര പൂർത്തിയാക്കാതെ ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങേണ്ടി വന്നു. അന്ന് 2,48,555 മൈലാണ് അപ്പോളോ 13 പേടകം യാത്ര ചെയ്തത്. ഈ റെക്കോർഡാണ് ഓറിയോൺ പേടകം ഭേദിച്ചത്. ഭൂമിയിൽ നിന്ന് ഏകദേശം 2,52,756 മൈൽ ദൂരത്തേക്ക് ആർട്ടമിസ് 2 ദൗത്യസംഘം യാത്ര ചെയ്തു. അന്ന് പേടകത്തിലെ സാങ്കേതിക പ്രശ്നങ്ങൾക്കിടയിലാണ് അപ്പോളോ 13 ദൗത്യസംഘം യാത്ര ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ മനുഷ്യരുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ ഏറെ മികവുറ്റ രീതിയിൽ ഇത്രയും ദൂരം യാത്ര ചെയ്യാനാവുമെന്ന് ആർട്ടമിസ് 2 ദൗത്യസംഘം അങ്ങ് തെളിയിച്ചു. ഏകദേശം 7 മണിക്കൂർ നീണ്ടുനിന്ന അതിസൂക്ഷ്മമായ ആസൂത്രണം ചെയ്ത ദൗത്യമായിരുന്നു ലൂണാർ ഫ്ലൈവേ. ചന്ദ്രനിലരികിലൂടെയുള്ള ഈ സഞ്ചാരത്തിലൂടെ ഏകദേശം 5 മണിക്കൂർ നേരം ചന്ദ്ര നിരീക്ഷണം നടത്താൻ ദൗത്യസംഘത്തിന് കഴിഞ്ഞു. പേടകത്തിലെ വിളക്കുകൾ അണച്ചും ക്യാമറകളും നിരീക്ഷണ ഉപകരണങ്ങളും സജ്ജമാക്കിയും മികച്ച രീതിയിൽ ചന്ദ്രനെ നിരീക്ഷിക്കുന്നതിനായുള്ള ഒരുക്കങ്ങൾ സഞ്ചാരികൾ നേരത്തെ തന്നെ ചെയ്തിരുന്നു. ഈ സമയത്ത് എന്തെല്ലാം ചെയ്യണമെന്നതിൽ ദൗത്യം വിക്ഷേപിക്കുന്നതിന് മുമ്പ് തന്നെ നാസ വ്യക്തമായ പദ്ധതിയും തയ്യാറാക്കിയിരുന്നു. ഈ തത്സമയ സംപ്രേഷണം ആരംഭിക്കുന്നതിനും പേടകത്തിനുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളും ചന്ദ്രനിലെ വിവിധങ്ങളായ ലക്ഷ്യസ്ഥാനങ്ങൾ വിശദമായി പഠിക്കുന്നതിനുമുള്ള പദ്ധതികൾ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ചന്ദ്രന്റെ ഭ്രമണവും പരിക്രമണവും ഒരേ വേഗത്തിലായതിനാൽ ഭൂമിയിൽ നിന്ന് എപ്പോഴും ചന്ദ്രന്റെ ഒരു വശം മാത്രമാണ് കാണുക. ചന്ദ്രന്റെ മറുവശത്തേക്ക് ബഹിരാകാശ പേടകങ്ങൾ പോയിട്ടുണ്ടെങ്കിലും രഹസ്യങ്ങളുടെ കലവറയായ ആ ഭാഗം നേരിൽ കാണാനും അറിയാനുമുള്ള അവസരം തന്നെയായിരുന്നു ഇത്. അപ്പോളോ ദൗത്യത്തിനിടെ വളരെ കുറച്ചു പേർ മാത്രമേ ചന്ദ്രന്റെ ഈ അർദ്ധഗോളം നേരിട്ട് കണ്ടിട്ടുള്ളൂ. എന്നാൽ മുമ്പ് പഠിക്കാൻ പ്രയാസകരമോ അസാധ്യമോ ആയിരുന്ന പ്രദേശങ്ങളിലെ ദീർഘവും വിശദവുമായ നിരീക്ഷണങ്ങൾ സാധ്യമാക്കിക്കൊണ്ടാണ് ആർട്ടമിസ് 2 മുന്നേറിയത്. ശതകോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട ധാരാളം ഗർത്തങ്ങൾ നിറഞ്ഞതാണ് ചന്ദ്രന്റെ മറുവശമെന്ന് ഏവർക്കും അറിയാം. സൂര്യപ്രകാശം പതിക്കാത്ത ഇവിടം വളരെ ഇരുട്ടാണ്. ഏകദേശം 380 കോടി വർഷം പഴക്കമുള്ളതും ഏകദേശം 600 മൈൽ വിസ്തൃതിയുള്ളതുമായ ഓറിയന്റൽ ബേസിൻ, ഏകദേശം 400 മൈൽ വീതിയുള്ള മറ്റൊരു കൂറ്റൻ ഗർത്തമായ ഹെഡ്സ്പ്രങ്ക് ബേസിൻ എന്നിവ അക്കൂട്ടത്തിലുണ്ട്. ചന്ദ്രോപരിതലത്തിൽ ഉൽക്കാശകലങ്ങൾ പതിക്കുന്നതിന് മൂലമുണ്ടാവുന്ന ചെറിയ സ്ഫോടന പ്രകാശങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതായും ഈ ബഹിരാകാശ സഞ്ചാരികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഭൂമിയിൽ ഇരിക്കുമ്പോൾ പോലും മൊബൈൽ ഫോൺ സിഗ്നൽ കിട്ടാതെ സംഭാഷണങ്ങൾ മുറിഞ്ഞു പോകുന്ന അനുഭവം അത്ര അപൂർവമല്ല. ചിലപ്പോൾ ഒരു കെട്ടിടത്തിനുള്ളിൽ കടന്നാൽ പോലും ശബ്ദം തകരാറിലാകും. എന്നാൽ ലക്ഷക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ബഹിരാകാശത്തിൽ നിന്നുള്ള സംഭാഷണം എങ്ങനെ ഇത്ര വ്യക്തമായി ഭൂമിയിൽ എത്തുന്നു എന്നത് പലർക്കും ആശ്ചര്യമാണ്. ആർട്ടമിസ് 2 ദൗത്യത്തിൽ മനുഷ്യർ ഭൂമിയിൽ നിന്ന് ഏറ്റവും ദൂരത്തേക്ക് യാത്ര ചെയ്യുന്ന ഘട്ടങ്ങളിൽ പോലും ഹ്യൂസ്റ്റണിലെ മിഷൻ കൺട്രോളുമായി നടത്തിയ സംവാദം അടുത്ത മുറിയിൽ നിന്നുള്ള സംഭാഷണത്തെ പോലെ വ്യക്തമായിരുന്നു. ഈ വ്യക്തതയ്ക്ക് പിന്നിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് നാസ ഡീപ് സ്പേസ് നെറ്റ്വർക്ക് അഥവാ DSN എന്ന വലിയ ആന്റിന ശൃംഖലയാണ്. അമേരിക്കയിലെ കാലിഫോർണിയയിലെ ഗോൾഡ്സ്റ്റോൺ, സ്പെയിനിലെ മാഡ്രിഡ്, ഓസ്ട്രേലിയയിലെ കാൻബറ എന്നിവിടങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ഈ കേന്ദ്രങ്ങൾ ഭൂമി തിരിയുമ്പോഴും ഒരിക്കലും ബന്ധം നഷ്ടപ്പെടാതെ ബഹിരാകാശ പേടകവുമായി ബന്ധം നിലനിർത്തുന്നുണ്ട്. ശബ്ദം, ഡാറ്റ, നിർദ്ദേശങ്ങൾ എന്നിവയെല്ലാം ഈ നെറ്റ്വർക്കിലൂടെ കൈമാറും. ബഹിരാകാശ പേടകമായ ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റിലും അത്യാധുനിക കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളാണുള്ളത്. ഹൈഗൻ ആന്റിന ഭൂമിയിലേക്ക് കൃത്യമായി തിരിഞ്ഞ് വലിയ അളവിലുള്ള ഡാറ്റയും ശബ്ദവും കൈമാറുമ്പോൾ ലോഗേൻ ആന്റിനകൾ ബാക്കപ്പ് സംവിധാനമായി പ്രവർത്തിക്കും.
ആസ്ട്രോനട്ടുകളുടെ ശബ്ദം നേരിട്ട് അയക്കുന്നതല്ല, അത് ഡിജിറ്റൽ സിഗ്നലുകളാക്കി മാറ്റി കംപ്രസ് ചെയ്ത് പിഴവുകൾ തിരുത്താൻ കഴിയുന്ന രീതിയിൽ എൻകോഡ് ചെയ്യും. അതിനാലാണ് വലിയ ദൂരമുണ്ടെങ്കിലും ശബ്ദം വ്യക്തമായി ഭൂമിയിൽ ലഭിക്കുന്നത്. എസ് ബാൻഡ് ഫ്രീക്വൻസി ശബ്ദവും അടിസ്ഥാന ഡാറ്റയും കൈമാറാൻ ഉപയോഗിക്കുമ്പോൾ ബാൻഡ് ഉയർന്ന വേഗതയിൽ വീഡിയോയും വലിയ ഡാറ്റയും കൈമാറാൻ സഹായിക്കും. ദൂരയാത്രയ്ക്കും സ്ഥിരതയ്ക്കും അനുയോജ്യമായ ഫ്രീക്വൻസികളാണിവ. ഇത് ഒരു സാധാരണ ഫോൺ കോൾ പോലെ തോന്നിയാലും യഥാർത്ഥത്തിൽ ചെറിയ വ്യത്യാസമുണ്ടാകും. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് സിഗ്നൽ എത്താൻ ഏകദേശം 1.3 സെക്കൻഡ് എടുക്കും. പോകാനും തിരിച്ചു വരാനും ചേർന്ന് ഏകദേശം 2.6 സെക്കൻഡ് താമസവും ഉണ്ടാക്കും. എന്നാൽ ഈ ഒരു കാലതാമസം മുൻകൂട്ടി കണക്കിലെടുത്താണ് നാസയുടെ എഞ്ചിനീയർമാർ കമ്മ്യൂണിക്കേഷൻ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരേ സമയം രണ്ടുപേരും സഞ്ചരിക്കാതിരിക്കാനുള്ള കൃത്യമായ പ്രോട്ടോക്കോളുകളും അവ പിന്തുടരുന്നുണ്ട്. അതിനാലാണ് ഈ ഒരു സംഭാഷണം സ്വാഭാവികമായും തുടർന്നു പോകുന്നത്. സിഗ്നൽ ക്ഷയിക്കാതിരിക്കാൻ ശക്തമായ ആംപ്ലിഫയറുകളും എയർ കറക്ഷൻ സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ എല്ലാ സംവിധാനങ്ങൾക്കും ബാക്കപ്പുകൾ ഉള്ളതിനാൽ ഒരു ഘടകം തകരാറിലായാലും സംവാദം നിലച്ചു പോകില്ല. ഈ മുഴുവൻ സാങ്കേതിക സംവിധാനങ്ങളുടെയും കൂട്ടായ പ്രവർത്തനമാണ് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഏകദേശം 3.8 ലക്ഷം കിലോമീറ്റർ ദൂരത്തിൽ പോലും ക്രിസ്റ്റൽ ക്ലിയർ ശബ്ദ സംവാദം സാധ്യമാക്കുന്നത്. ഇനി ഹലോ ഹ്യൂസ്റ്റൺ എന്ന ബഹിരാകാശ സഞ്ചാരികൾ അനായാസമായി പറയുമ്പോൾ നമുക്കറിയാം ഈ ശബ്ദത്തിന്റെ സങ്കീർണമായ പാത. നാസയുടെ ആർട്ടമിസ് ചാന്ദ്ര ദൗത്യങ്ങളുമായി ആശയവിനിമയം നടത്തുന്നതിനും അവയെ നിയന്ത്രിക്കുന്നതിനും ഉപയോഗിക്കുന്ന ലോകമെമ്പാടുമുള്ള ഭീമൻ റേഡിയോ ആന്റിനകളുടെ ശൃംഖല തന്നെയാണ് ഈ ഡീപ് സ്പേസ് നെറ്റ്വർക്ക്. കാലിഫോർണിയ, സ്പെയിൻ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ഈ നെറ്റ്വർക്ക് ആർട്ടമിസ് ദൗത്യത്തിലെ ബഹിരാകാശ സഞ്ചാരികളിൽ നിന്നും പേടകത്തിൽ നിന്നുമുള്ള നിർണായക വിവരങ്ങൾ തത്സമയം ഭൂമിയിൽ എത്തിക്കുന്നതാണ്. ഈ ഒരു ദൗത്യത്തിന്റെ DSNന്റെ പങ്ക് നോക്കിയാൽ ആർട്ടമിസ് 2 പോലുള്ള ദൗത്യങ്ങളിലെ ബഹിരാകാശ സഞ്ചാരികളുടെ നേരിട്ട് സംസാരിക്കുന്നതിനും ഡാറ്റ കൈമാറുന്നതിനും ഈ DSN സഹായിക്കും. ആർട്ടമിസ് പേടകം ചന്ദ്രനിലേക്ക് സഞ്ചരിച്ചപ്പോൾ തിരിച്ചു വരുമ്പോഴുമൊക്കെ അതിൻ്റെ കൃത്യമായ സ്ഥാനവും വേഗതയും ആരോഗ്യനിലയും ഒക്കെ ഭൂമിയിലെ കൺട്രോൾ റൂമിൽ എത്തിക്കുന്നത് സംവിധാനം തന്നെയാണ്. സ്പെയിനിലെ മാഡ്രിഡ്, കാലിഫോർണിയയിലെ ഗോൾഡ്സ്റ്റോൺ, ഓസ്ട്രേലിയയിലെ കാൻബറ എന്നിവിടങ്ങളിലെ ആന്റിനകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ആർട്ടമിസ് ദൗത്യത്തിലെ അത്യാധുനിക 4K ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ഭൂമിയിലേക്ക് എത്തിക്കുന്നതിലും ആശയവിനിമയ തടസ്സങ്ങൾ ഒഴിവാക്കി സുരക്ഷിതമായി ലാൻഡിംഗ് ഉറപ്പാക്കുന്നതിനുമൊക്കെ ഈ DSN പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ചന്ദ്രനിൽ മനുഷ്യന്റെ സ്ഥിരം സാന്നിധ്യം ഉറപ്പാക്കാനുള്ള നീക്കങ്ങൾക്ക് ആർട്ടമിസ് 2 വിജയത്തോടെ പ്രതീക്ഷ കൂടി വരികയാണ്. ഭാവിയിലെ ചൊവ്വ പര്യവേക്ഷണങ്ങൾക്കുള്ള താവളം ചന്ദ്രനിൽ സ്ഥാപിക്കുന്നതടക്കമുള്ള വലിയ വലിയ ലക്ഷ്യങ്ങളാണ് ആർട്ടമിസിന് പിന്നിലുള്ളത്. അതിനിടെ ആർട്ടമിസ് 2 2 വമ്പൻ ടെക് കമ്പനികൾ തമ്മിലുള്ള മത്സരം ബഹിരാകാശത്തും എത്തിച്ചുവെന്ന കാര്യമാണ് ടെക് ലോകത്ത് ശ്രദ്ധ നേടുന്നത്. ആധുനിക കമ്പ്യൂട്ടിംഗിന്റെ രൂപവും ഭാവവും കണ്ടുപിടിച്ചത് ആപ്പിൾ ആണെങ്കിലും മൈക്രോസോഫ്റ്റ് വിൻഡോസ് ലോകത്തിലെ എല്ലാ PC നിർമ്മാതാക്കൾക്കും ലൈസൻസ് നൽകി. ഐപോഡും ഐഫോണും വിപണിയിലെത്തിച്ച് ആപ്പിൾ തിരിച്ചടിച്ചു. പിന്നീട് മത്സരം ജനങ്ങളുടെ പോക്കറ്റുകളിലേക്ക് മാറ്റി. അതിനുശേഷം ക്ലൗഡിലേക്കും AI-യിലേക്കും നീങ്ങി. ഒടുവിലിതാ ബഹിരാകാശത്ത് വരെ എത്തി നിൽക്കുകയാണ് ആ മത്സരം. ഭാവിയിലെ ചൊവ്വ പര്യവേക്ഷണങ്ങൾക്കുള്ള താവളം ചന്ദ്രനിൽ സ്ഥാപിക്കുന്നതടക്കമുള്ള വലിയ ലക്ഷ്യങ്ങളാണ് ഇപ്പോൾ ആർട്ടമിസിന് പിന്നിലുള്ളത്. അതിനെ ആർട്ടമിസ് 2 2 വമ്പൻ ടെക് കമ്പനികൾ തമ്മിലുള്ള മത്സരം ബഹിരാകാശത്തും എത്തിച്ചു എന്ന കാര്യമാണ് ഇപ്പോൾ ടെക് ലോകത്ത് ശ്രദ്ധ നേടുന്നത്. ചരിത്രപരമായ ദൗത്യം നാസയിൽ നിന്നുള്ള കമാൻഡർ റീഡ് വൈസ്മാൻ, പൈലറ്റ് വിക്ടർ ഗ്ലോവൽ, മിഷൻ സ്പെഷ്യലിസ്റ്റ് ക്രിസ്റ്റീന കോച്ച്, കനേഡിയൻ സ്പേസ് ഏജൻസിയിൽ നിന്നുള്ള മിഷൻ സ്പെഷ്യലിസ്റ്റ് ജെറമി ഹാൻസൺ എന്നിവരാണ് വിജയകരമായി ഈ ഒരു ദൗത്യം പൂർത്തിയാക്കിയത്. സഞ്ചാരികൾ iPhone 17 പ്രോയിലെടുത്ത അതിശയകരമായ ഹൈ ഡെഫിനിഷൻ ഫോട്ടോകൾ വൈറലായിരുന്നു. അതിനിടെ ഔട്ട്ലുക്ക് ക്രാഷ് ആയതിനാൽ മിഷൻ കമാൻഡറിന് ഹൂസ്റ്റണിലേക്ക് റേഡിയോ വഴി ബന്ധപ്പെടേണ്ടി വന്നതും വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ആപ്പിളും മൈക്രോസോഫ്റ്റും തമ്മിലുള്ള മത്സരം വീണ്ടും കത്തിക്കയറുന്നതിന് ഈ സംഭവങ്ങൾ ഇടയാക്കുമെന്നാണ് ടെക് ലോകം വിലയിരുത്തുന്നത്. ഭൂമിയിലല്ല, മറിച്ച് ബഹിരാകാശത്തായിരുന്നു ഇത്തവണ വമ്പൻ ടെക് കമ്പനികൾ തമ്മിലുള്ള മത്സരം എന്നതും ഇപ്പോൾ ശ്രദ്ധേയമാണ്. ശാസ്ത്രീയ ചിത്രീകരണത്തിനായി നാസ നിക്കോൺ ഗിയറാണ് ഉപയോഗിക്കുന്നത്. ആർട്ടമിസ് 2 പ്രാഥമിക ക്യാമറയായി ഉപയോഗിച്ചതും DSLR ക്യാമറയായ നിക്കോൺ D5 ആയിരുന്നു. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി നാസ iPhone 17 Pro Max ദൗത്യ സംഘത്തിന്റെ വ്യക്തിഗത ഉപയോഗത്തിനായി അനുവദിച്ചു. ബഹിരാകാശ സഞ്ചാരികൾ അതിന്റെ ക്യാമറ പരീക്ഷിക്കാനുള്ള ഒരു അവസരവും പാഴാക്കിയില്ല.
കമാൻഡർ റീഡ് വൈസ്മാൻ, മിഷൻ സ്പെഷ്യലിസ്റ്റ് ക്രിസ്റ്റീന കോച്ചും ഭൂമിയുടേതടക്കം നിരവധി ചിത്രങ്ങളാണ് പകർത്തിയത്. പല കമ്പനികളും ഫോണുകളിൽ സ്പേസ് സൂം ലോഗോകൾ പതിക്കാറുണ്ടെങ്കിലും ഐഫോൺ യഥാർത്ഥത്തിൽ ബഹിരാകാശത്ത് വെച്ച് തന്നെ അതിന്റെ മികവ് ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ചു. ആ നേട്ടം അടുത്ത കാലത്തൊന്നും ആർക്കും ആപ്പിളിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയുന്ന ഒന്നല്ല. ഐഫോൺ 17 Pro ബഹിരാകാശത്ത് തടസ്സമില്ലാതെ പ്രവർത്തിച്ചത് ആപ്പിളിന്റെ മികച്ച സാങ്കേതിക വിദ്യയുടെ തെളിവായി മാറിയിട്ടുമുണ്ട്. ദൗത്യസംഘം തിരിച്ചെത്തിയ ശേഷം അഭിനന്ദനവുമായി ആപ്പിൾ സിഇഒ ടിം കുക്കും രംഗത്തെത്തിയിരുന്നു. വിജയകരമായ ആർടെമിസ് 2 ദൗത്യത്തിന് അഭിനന്ദനങ്ങളെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ ബഹിരാകാശത്തിന്റെയും നമ്മുടെ ഗ്രഹത്തിന്റെയും അത്ഭുതങ്ങൾ മനോഹരമായി പകർത്തി. ഐഫോൺ ഫോട്ടോഗ്രാഫിയെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയി. നിങ്ങളത് ലോകവുമായി പങ്കുവച്ചതിൽ നന്ദിയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങളുടെ പ്രവർത്തനം നമ്മയെല്ലാം വ്യത്യസ്തമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നാണ് ടിം കുക്ക് എക്സിൽ കുറിച്ചത്. ഐഫോൺ അഭിമാനം ഉയർത്തുന്നതിനിടെ മൈക്രോസോഫ്റ്റിന് ചില കഠിനമായ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയേണ്ടി വന്നു. തത്സമയ സംപ്രേഷണത്തിനിടെയാണ് കമാൻഡർ വൈസ്മാൻ ഗുരുതരമായ ഒരു പ്രശ്നം ഭൂമിയിലെ മിഷൻ കൺട്രോളിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്കുകളിൽ ഒന്നിലും പ്രവർത്തിക്കുന്നില്ലെന്ന് വൈസ്മാൻ മിഷൻ കൺട്രോളിനെ അറിയിച്ചു. പതിറ്റാണ്ടുകളായി മൈക്രോസോഫ്റ്റ് ലോകത്തെ ടെക് അടിസ്ഥാന സൗകര്യങ്ങളുടെ നട്ടെല്ലായിരുന്നുവെങ്കിലും ആർടെമിസ് 2 ദൗത്യത്തിനിടെ അതിന്റെ തിളക്കമങ്ങ് നഷ്ടപ്പെട്ടു. ഈ സംഭവം ടെക് കമ്പനികൾ തമ്മിൽ 1970കളുടെ മധ്യത്തിൽ ആരംഭിച്ച മത്സരത്തിലെ ഏറ്റവും പുതിയൊരു അധ്യായമാണ് തുറക്കപ്പെട്ടത്. ആധുനിക കമ്പ്യൂട്ടിങ്ങിന്റെ രൂപവും ഭാവവും കണ്ടുപിടിച്ചത് ആപ്പിൾ ആണെങ്കിലും മൈക്രോസോഫ്റ്റ് വിൻഡോസ് ലോകത്തിലെ എല്ലാ PC നിർമ്മാതാക്കൾക്കും ലൈസൻസ് നൽകി. ഐപോഡും ഐഫോണും വിപണിയിലെത്തിച്ച് ആപ്പിൾ അതിനെ തിരിച്ചടിക്കുകയും ചെയ്തു. പിന്നീട് മത്സരം ജനങ്ങളുടെ പോക്കറ്റുകളിലേക്ക് മാറി. അതിനുശേഷം ക്ലൗഡിലേക്കും AI-യിലേക്കും നീങ്ങി. ഒടുവിലിതാ അത് ബഹിരാകാശത്ത് വരെ എത്തി നിൽക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.